ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു പേപ്പർ മടക്കുക, എന്നിട്ട് രണ്ട് സൈഡും ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുക. അതൊക്കെ അറിയായിരിക്കും ബ്ലൈൻഡ് ബാഗ് അങ്ങനെ ഉണ്ടാക്കലെന്ന്. ഞാൻ സ്കൂൾ സപ്ലൈസിൻ്റെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് ബ്ലൈൻഡ് ബാഗ് വേറെ ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ പറയണമൊക്കെ ഞാൻ ഉണ്ടാക്കും. എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ റൂം മാറുമ്പോൾ ഒക്കെ ഒഴിവാക്കി. ഞാൻ ആദ്യം തന്നെ പണി ഇതേപോലെ രണ്ട് സൈഡ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പോക്കറ്റ് പോലെ, എന്നിട്ട് ഉള്ളിൽ ഒരു പേപ്പർ വെക്കുക. അത് ഞാൻ എഴുതുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അച്ചടിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. നമുക്ക് അച്ചടിയാത്ത സ്കെച്ച് ആണെങ്കിൽ അങ്ങനെയും വെക്കുക. എന്നിട്ട് സ്കൂൾ സപ്ലൈസിന് ഉണ്ടാക്കുക. എന്നിട്ട് സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് കളർ കൊണ്ട് ഇതിനെ വരച്ച് കൊടുക്കുക. സൈഡ് ഇതേപോലെ ആക്കി കൊടുക്കുക. ഇതിൽ സ്പീഡ് കുറവാണ്, ഇതേപോലെ ആക്കുക. എന്നിട്ട് ഞാൻ ഒരു ബുക്കാണ് ഇവിടെ വരയ്ക്കുന്നത്. ബുക്കാകും എന്നൊക്കെ അറിയാം. ബുക്ക് വരയ്ക്കുക. അത് ഞാൻ പെൻസിലുകൊണ്ടാണ് വരച്ചത്. പിന്നെ തെറ്റിയിട്ട് പരന്നിട്ട് കാര്യമില്ലല്ലോ, ഫുള്ള് കൊളാവും. പിന്നെ ആദ്യം തട്ടിട്ടാക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പിങ്ക് കളർ കൊണ്ട് ഒന്നും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഞാനൊരു പെൻസിലാണ് വരയ്ക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള വരയ്ക്കുക. എനിക്കിപ്പോൾ ഒന്നും മനസ്സിൽ കിട്ടാത്തതുകൊണ്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ടാണ് എനിക്കൊന്നും കിട്ടാത്തത്. പെൻസിലും ബുക്കും ഒരു ഇറേസറും മാത്രമാണ് വരച്ചത്. ഇറേസറായോ എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയില്ല. എന്തോ ഒരു കോലത്തിലാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു തീം പറഞ്ഞാൽ ഒരു പിങ്ക് ആൻഡ് ബ്ലാക്കാണ്. അതിനുള്ളിൽ സാധനം വെച്ചത് പിങ്ക് സാധനങ്ങളൊക്കെയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഞാൻ പിങ്ക് കൊണ്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വരച്ചെടുക്കുക. അപ്പുറത്തെ സൈഡ് ഞാൻ ഇറേസറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഒന്നും ആയില്ല. ഞാൻ അതിൻ്റെ അടുക്ക് എന്തോ വരച്ച് കൊളാക്കി, അതാണ് ഇപ്പോൾ തെറ്റിയത്. ഞാൻ ഉദ്ദേശിച്ചത് വേറെയും വരച്ചത് വേറെയാണ്. അതിൻ്റെ സൈഡിൽ കൂടി ഞാൻ പിങ്ക് കൊണ്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചതായിട്ട് വളവും തെറ്റി. നമ്മൾ വരയ്ക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ നിന്നിട്ടാണ് ഉണ്ടാക്കണത്, ഇരുന്നിട്ടല്ല. നമുക്ക് ബാക്ക് സൈഡ് എടുത്തിട്ട് ഒരു സ്കെച്ച് മാർക്കർ എടുത്തിട്ട് 4 സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ കളർ വെച്ചിട്ട് അപ്പുറത്ത് റെയർ, കോമൺ, എപ്പിക്, ലെജൻഡറി എന്ന് എഴുതണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യുക. ഇതേപോലെ കളർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് കോമൺ ഇത് ഫസ്റ്റത്തെ നമ്മൾ കോമൺ ആയിട്ടുണ്ടാവുന്ന കളറ്, പിന്നെ അതിൻ്റെ അടിയിൽ റെയർ ആയിട്ടുണ്ടാവുന്ന കളറ്, പിന്നെ എപ്പിക് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഉണ്ടാവുന്ന കളറ്, ലെജൻഡറി പറഞ്ഞാൽ അസാധാരണമായ കളറ്. ഇതേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് മുകളിൽ റേറിറ്റി എഴുതണം, ഏതൊക്കെയാണ് റേറിറ്റി പറഞ്ഞാൽ. എന്നിട്ട് അതും ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വരയ്ക്കുമ്പോൾ എഴുതുമ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടോ ഗൈസ്. അതിൻ്റെ അടി കണ്ടിയിലൊരു എല്ല് പോലെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഞാൻ പിങ്ക് കളർ കൊണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കോമൺ അങ്ങനെ ഇതിൻ്റെ അടിയിൽ ഞാൻ സ്കെച്ച് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ലെജൻഡറി ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കഴിഞ്ഞിട്ട് ഉള്ളത്തെ പേപ്പർ എടുക്കണം കേട്ടോ. അപ്പം കാണാൻ അങ്ങനെ ഉണ്ടാവുക ഉണ്ടോ. അതിൻ്റെ അടിയിലുള്ള അച്ചടിച്ചൊക്കെ അതിന്മേലായില്ല, അല്ലെങ്കിൽ നമ്മൾ വെച്ചില്ലെങ്കിൽ അതിൻ്റെ പുറത്താവുകയും. പിന്നെ വേറൊരു പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ടാപ്പ് കഴിഞ്ഞതിനോട് ഞാൻ ഈ ഗ്ലൂ എടുക്കണത്. നമുക്ക് വെക്കേണ്ട ഒരു പെൻസിൽ എന്തെങ്കിലും എടുത്തിട്ട് അടിയാളം ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ കട്ട് ചെയ്യുക, അളവെടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ബ്ലൂ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഏരോട്ട് കൊടുക്കുക. എന്നിട്ട് ടാപ്പ് കൊണ്ട് ഒട്ടിക്കുക. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡ് ഒട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട സാധനം വെച്ചിട്ട് ടാപ്പ് കൊണ്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഏറ്റവും ബ്ലൈൻഡ് ബാഗിൻ്റെ കവർ പോലെ തന്നെ ചെറുതാക്കി അളവെടുത്തോട്ട് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനം വെക്കാം. ഞാൻ ഇപ്പോൾ പെൻസിലാണ് വെക്കണത്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കുക. അപ്പോൾ സ്കൂൾ സപ്ലൈസ് ആയതുകൊണ്ട് പെൻസിൽ വെക്കുക, നമുക്ക് പെന്ന് വെക്കുക, ഇറേസർ വെക്കുക, കട്ടർ വെക്കുക, ബുക്ക് വെക്കുക. ബുക്ക് വെക്കാനും പക്ഷേ എൻ്റെ ബ്ലൈൻഡ് ബാഗിൻ്റെ കവറിൽ സ്ഥലമല്ല, അതുകൊണ്ടാണ് ഞാൻ ബുക്ക് വെക്കാനത്. എൻ്റെ അത് അതിൽ ശരിക്കും കൊള്ളണില്ല, ഞാൻ കുത്തി കയറ്റി മടക്കി വെച്ചതാണ് ഗൈസ്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളെ കവറിൽ ബ്ലൈൻഡ് ബാഗിൻ്റെ കവറിൽ ഇട്ട് കൊടുക്കുക.